ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കടന്നാലോ. അപ്പോൾ ഇത് ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആണ്. ചൊവ്വാഴ്ച മക്കൾക്ക് എല്ലാവർക്കും ലീവായിരുന്നു, മൂന്നാൾക്കും ലീവായിരുന്നു. അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് കാലത്ത് എണീച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കാലത്ത് എണീറ്റ് വന്ന ഉടൻ തന്നെ ചായ ഇടുന്നതിന് മുൻപ് ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ഇന്നലെ ഇട്ട് വെച്ചതാണ്. അത് ഒന്ന് അടുപ്പത്താക്കി. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തിട്ടതുകൊണ്ട് അത് ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ചായ ഇട്ടു. ഇത് ഒന്ന് വേകുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചായ ഇട്ടു. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പയറൊക്കെ ഒന്ന് എടുത്ത് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റൊരടുപ്പത്ത് പുട്ടുണ്ടാക്കുവാണ്. അപ്പോൾ പുട്ട് ഒരു വശം നടക്കുന്നുണ്ട്, പയർ റെഡിയായി. ഇനി പപ്പടം കുറച്ച് കാച്ചിയെടുക്കണം. ഇന്ന് ലീവായതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. കുറച്ച് സമയമുണ്ടല്ലോ. എണീറ്റത് ഇത്തിരി താമസിച്ചാണ്. അത് ലീവെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്തിരി താമസിച്ച് എണീറ്റത്. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിള്ളേരൊക്കെ താമസിച്ചാണ് കാലത്ത് ഫുഡ് എടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ലേറ്റ് ആവും. അതുകൊണ്ട് ഞാനും റിലാക്സ്ഡ് ആയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് മക്കൾക്ക് ലീവായതുകൊണ്ട് തന്നെ അമ്മയും പപ്പയും വരുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇന്ന് വരുമെന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വരുന്നതിന് മുൻപ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. പക്ഷേ അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് വരുന്നത്. 10 മണിക്കൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവർ വരുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചാലോ. അപ്പം നമുക്കും അവരോട് റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കാമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പടപടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. പുട്ട് റെഡിയായി, പയർ നേരത്തെ റെഡിയാക്കി, അതുപോലെ പപ്പടവും കാച്ചിയെടുത്തു. ഈ സമയത്തിനുള്ളിൽ പപ്പയും അമ്മയും എത്തി. അവർ വന്നതിന് ശേഷം കുറച്ച് നേരം ഞങ്ങളിരുന്ന് കഥയൊക്കെ സംസാരിച്ചു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പപ്പ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ അമ്മ എപ്പോഴെങ്കിലും ആണ് വരുന്നത്. അതുകൊണ്ട് കുറേ നേരം അവരോടത്തിരുന്ന് സംസാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അവരോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അവർ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോൾ പപ്പ കുറച്ച് കിഴങ്ങൊക്കെ കൊണ്ടുവന്നായിരുന്നു, മരച്ചിനി കിഴങ്ങ്. അപ്പം ഞാനതൊന്ന് ആദ്യം അവിച്ച് ഇളക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മരച്ചിനി കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വേവിക്കാനായിട്ട് എടുത്തു വെച്ചു. പിന്നെ ഫിഷൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അത് ഫിഷ് കഴുകി തരുന്ന ചേച്ചി ഇന്നലെ അവർ മീനൊക്കെ കഴുകി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് മീൻ കഴുകേണ്ട, അത്രയും സമയം ലാഭമാണ്. അപ്പം ഞാൻ മരച്ചിനി കിഴങ്ങ് നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുത്ത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ മാറ്റിയിടുന്നുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പം മീനെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പൊരിക്കാനായിട്ട് ഒരു പോർഷനും മറ്റൊരു പോർഷൻ കറി വയ്ക്കാനായിട്ട് അങ്ങനെ 2 പോർഷനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൊരിക്കാനായിട്ട് അയല മീനും കറി വയ്ക്കാനായിട്ട് ചൂര മീനുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അയല മീൻ ഞാൻ നല്ലോണം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഫിഷ് മുഴുവനായിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തല്ലിയെടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയുമായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. വെള്ളം അതിലുള്ള മീൻ നമ്മൾ വാഷ് ചെയ്തെടുത്തതിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഞാനത് മിക്സാക്കി എല്ലാ മീനിലും നല്ലോണം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഇത് നല്ലോണം മിക്സാക്കി എല്ലാ മീനിലും തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് ഊറാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഇപ്പം മരച്ചിനി കിഴങ്ങ് അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് മീൻ കറി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് തേങ്ങയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, 2-3 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ചൂര മീനല്ലേ, അതുകൊണ്ട് ഉലുവ പൊടി ചേർക്കുന്നില്ല. ഉലുവ മുഴുവനായിട്ട് അരയ്ക്കാനായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ ഇതുപോലെയാണ് വയ്ക്കുന്നത്. ഞാനും അതുപോലെ തന്നെ വയ്ക്കുന്നത്. ഇപ്പോൾ ചില സമയത്തൊക്കെ തക്കാളിയൊക്കെ വഴറ്റി ചേർക്കാറുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു തക്കാളി വഴറ്റി ചേർക്കണമെന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയി. അതിനു മുമ്പ് തേങ്ങ അരച്ച് അതിൽ മിക്സാക്കി. അതുകൊണ്ട് തക്കാളി വഴറ്റി ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പുളി ചേർത്തിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. വളരെ സിമ്പിളായിട്ടാണ് കറി വെച്ചത്. പക്ഷേ നല്ലൊരു ടേസ്റ്റായി. ചൂരമീനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഫിഷ് പൊരിക്കാനുള്ള ഫിഷൊക്കെ നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇരിക്കട്ടെ. ഇപ്പോൾ ചൂരമീൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഇതിൽ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്കൊന്ന് ചേർത്ത് കൊടുക്കും. വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകളാണ്. ചെറിയ ഉള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും പുളിയും. ഇനി കുറച്ച് പുളി പേസ്റ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം.
ഇതിൻ്റെ ഇടയ്ക്ക് പപ്പ വാട്ടർമെലൺ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് മോള് പകുതി കട്ട് ചെയ്ത് അവർ അതിൽ ജ്യൂസ് അടിക്കുവാണ്. സർബത്ത് കൊണ്ടുവന്നായിരുന്നു, നന്നാരി സർബത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ നല്ല രസമായിരുന്നു കുടിക്കാനായിട്ട്. ഞങ്ങളെല്ലാവരും കുടിച്ചു. സാധാ പപ്പയൊക്കെ ഇത് കുടിക്കാറില്ല, പക്ഷേ മോള് കൊടുത്തുകൊണ്ടായിരിക്കാം ഇത് പപ്പയും കുടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് മീൻ റെഡിയായി. മീൻ പാത്രം നിറച്ചിരിക്കുവാണ്. അത് കുറച്ച് തളുമ്പിയൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിനി മാറ്റി വാങ്ങി വയ്ക്കാം. ഞാനിത് നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കുവാണ്. ചുറ്റി കൊടുത്തിട്ട് മീൻ റെഡിയായല്ലോ, ഇനി നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരടുപ്പത്ത് വെറും കറി റെഡിയാവുകയാണ്. വെറും കറി എന്ന് പറഞ്ഞാൽ തേങ്ങാക്കറിയാണ്. തേങ്ങ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കറി, വേറെ ഒന്നും ഇതിൽ ചേരാറില്ല. കുറച്ച് ജീരകം, ചെറിയ ഉള്ളിയും മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കാറില്ല, മുളക് പൊടി, പിന്നെ കുറച്ച് പുളി പേസ്റ്റ്, ഇത്രയും ചേർത്ത് അരച്ചെടുക്കുന്ന ഒരു കറിയാണ്. അപ്പം ഞങ്ങളുടെ ഭാഗത്ത്, അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാ വീടുകളിലും ഈ കറി മിക്ക ദിവസങ്ങളും ഉണ്ടാക്കും. കേരളത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇത് ഒഴിച്ചുകൂട്ടാനെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആ കറിയും റെഡിയായി. ഇതിൻ്റെ ഇടയ്ക്ക് ഫിഷും ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ഉച്ചഭക്ഷണം, ചോറ്, മരച്ചിനി കിഴങ്ങ് ഫ്രൈ, കറി, അതുപോലെ തേങ്ങാക്കറി എല്ലാം റെഡിയായി. അങ്ങനെ വൈകുന്നേരം ആയതോടെ പപ്പയും അമ്മയും അവർ പോയി. അവരൊരു 5 മണിയൊക്കെ എത്തിയപ്പം വീട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ കോഴിയൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കണം. പിന്നെ പപ്പയ്ക്ക് മറ്റു ചില ജോലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ ഒന്ന് നേരത്തെ പോയി. അവർ പോയതിന് ശേഷം ഞങ്ങൾ ഒന്ന് ടെറസിലേക്ക് കയറി. വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു 5:30 ആയപ്പോൾ ടെറസിലേക്ക് കയറി. അപ്പോൾ നോക്കിയപ്പം 1-2 പച്ചക്കറികളുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തു. വേറെ ഒന്നുമല്ല, കത്തിരിക്കയും തക്കാളിയും മാത്രമാണ്. ഇപ്പോൾ ഈ 2 ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. പിന്നെ ഇപ്പം അങ്ങ് ഒടുക്കത്തെ ചൂടാണല്ലോ. പിന്നെ ചെടികൾക്ക് എത്ര വെള്ളം ഒഴിച്ചാലും കരിഞ്ഞും ഒരുപാട് ചെടികളൊക്കെ പോയി. കൂടുതലും ചെടികൾ ഇങ്ങനെ കരിഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ ഉള്ള 1-2 ഇതുപോലെ കുറച്ച് തക്കാളിയും കുറച്ച് കത്തിരിക്കയായിട്ട് ഇങ്ങനെ 1-2 കിട്ടുന്നുണ്ട്. ഇന്നും അതുപോലെ കുറച്ച് തക്കാളിയും കത്തിരിക്കയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്നില്ലേ, ഇതൊക്കെ മുട്ടക്കോസാണ്. അപ്പോൾ ഈ വെയിലത്ത് എങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് അറിയില്ല. വെയിലത്തൊക്കെ മുട്ടക്കോസും കോളിഫ്ലവറൊക്കെ അത്രയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഞാനിതൊരു തണലത്താണ് വച്ചിരിക്കുന്നത്, അതുകൊണ്ട് 1-2 മുട്ടക്കോസ് നിൽക്കുവാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കമ്പോസ്റ്റാണ്. ഇത് ഞാനൊന്ന് നേരത്തെ ഇട്ട് വെച്ച കമ്പോസ്റ്റാണ്. ഇത് പകുതി റെഡി ആയിട്ടുള്ളൂ. കുറച്ച് ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം മോള് പറഞ്ഞു, ഇപ്പം മോളാണ് ടെറസിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതും ചെടികളുടെ കാര്യം നോക്കുന്നതൊക്കെ മോളാണ്. ഞാൻ കൂടുതൽ പോകാറില്ല. അപ്പോൾ വളരെ ചെടികളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് കൂടുതൽ പോകാറില്ല. അപ്പോൾ ഈ കമ്പോസ്റ്റ് ഒന്ന് റെഡി ആയതോടെ മോളൊന്ന് അതൊക്കെ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ചട്ടിയിലേക്ക് മാറ്റുവാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെടി വയ്ക്കുന്നത് ഇത്രയും കാലം. അത് ഞാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായില്ലേ. അപ്പം ചെടികളൊക്കെ ഇങ്ങനെയാണ്, കമ്പോസ്റ്റും പകുതി മണ്ണും കരിയിലയും കൊണ്ടൊക്കെയാണ് ചെടികൾ വയ്ക്കുന്നത്. കൂടുതലും ചെടികൾ മണ്ണുണ്ടാവാറില്ല. ആദ്യം കിട്ടിയ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കാലം മറ്റ് ചെടികൾക്ക് പകുതി മണ്ണും കരിയിലയും ചകരിയും പിന്നെ ഇതുപോലെ കമ്പോസ്റ്റ്, വെജിറ്റബിൾ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെടികൾ വെച്ചിട്ടുള്ളത്. എല്ലാ ചെടികളും, എൻ്റെ ടെറസിലെ മിക്ക ചെടികളും അങ്ങനെയാണ്. അതുപോലെയാണ് മോളും പകുതി കമ്പോസ്റ്റും ചകരിയും പിന്നെ കുറച്ച് മുകളത്തെ ഭാഗത്ത് കുറച്ച് മണ്ണിട്ട് റെഡിയാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചെടികളൊന്നും കൂടുതൽ വയ്ക്കുന്നില്ല, പൊള്ളുന്ന വെയിലാണല്ലോ. പക്ഷേ ചട്ടികളിൽ ഇങ്ങനെ മണ്ണ് നിറച്ച് റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ടെറസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്ന് താഴേക്ക് വന്ന് കിച്ചണിൽ നോക്കിയപ്പം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ എത്ര ജോലി തീർന്നാലും ഈ പാത്രം കഴുകുന്ന ജോലി മാത്രം എപ്പോഴും ഉണ്ടാകും. അത് നമ്മളെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇതാണ്. എത്ര കഴുകിയാലും ഒരു പാത്രമെങ്കിലും സിങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ വന്ന കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് മാറ്റുന്നുണ്ട്. സിങ്കിലെ പാത്രങ്ങളൊന്നും മാറ്റിയാൽ ജോലി തീർന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ടെൻഷൻ മൈൻഡിൽ ഒരു സൈഡിൽ ഇങ്ങനെ പാത്രം കഴുകണം എന്ന ഒരു ഇത് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി കൈയോടെ തന്നെ എല്ലാം മാറ്റി ഉടനെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റൗവൊന്നും തുടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പാത്രം കഴുകിയ ശേഷം സ്റ്റൗവും തുടച്ചു, ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ തുടച്ചെടുത്തു, സിങ്കൊക്കെ കഴുകി എല്ലാം വളരെ നീറ്റാക്കി
തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കിച്ചൺ ഒന്ന് ക്ലീനായി കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. പാത്രങ്ങളെല്ലാം കഴുകി മാറ്റുമ്പോൾ തന്നെ നമുക്ക് ജോലിയൊക്കെ ഫുള്ളായിട്ട് തീർന്നതായിട്ട് തോന്നും. അങ്ങനെ സിങ്കിൻ്റെ അടുത്തുണ്ടായിരുന്ന, അതായത് കിച്ചണിലുണ്ടായിരുന്ന മണി പ്ലാന്റ് ഒന്ന് ഞാൻ നനച്ചു കൊടുക്കുവാണ്. അതൊന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു 2 ആഴ്ചയുടെ പുറത്താവും. ഇടയ്ക്ക് എപ്പോഴോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നും വെള്ളം ഒഴിക്കാറില്ല, ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് മണി പ്ലാന്റ് രണ്ടും കൂടി 2 പ്ലാന്റാണ് കിച്ചണിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് കഴുകി കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒഴിച്ചിട്ട് അതിൻ്റെ ആ സ്ഥലത്തിൽ തന്നെ വീണ്ടും തിരിച്ചു വെച്ചു. അപ്പോൾ ഇതിൽ ഒരു ചെടിയിൽ 2 ഇല പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കാത്തത് കൊണ്ടായിരിക്കും. മാത്രമല്ല നല്ല ചൂടല്ലേ, വീട്ടിനകത്തൊക്കെ നല്ല ചൂടാണ്. നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും അത്രയ്ക്ക് വിയർപ്പുണ്ടാവില്ല. പക്ഷേ വെറുതെ വീട്ടിനകത്ത് ഈ ചൂട് സമയത്ത് ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ വിയർത്ത് വഴിയുവാണ്, അത്രയ്ക്ക് ഭയങ്കര ചൂട്. അപ്പോൾ ചെടികളൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടത്തിൽ തന്നെ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജനലിലും ഒന്ന് അടുപ്പിൻ്റെ ഭാഗത്ത്, അടുപ്പിൻ്റെ സൈഡിലുമായിട്ടാണ് ഞാൻ 2 പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സിങ്കൊക്കെ നേരത്തെ കഴുകി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കിച്ചണിലെ പണി മുഴുവനായിട്ട് തീർന്നിട്ടില്ല. ഇനി നൈറ്റുള്ള ഡിന്നർ ഉണ്ടാക്കണം. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറ്, കറി, കൂട്ടാനൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഗോതമ്പ് ദോശ എല്ലാവർക്കും ഇഷ്ടമല്ല, 1-2 ആൾ മാത്രമേ കഴിക്കത്തുള്ളൂ. ആവശ്യമുള്ളവർ ദോശ കഴിക്കട്ടെ, ഗോതമ്പ് ദോശ കഴിക്കട്ടെ, ബാക്കി ആൾക്കാർ ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.